ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ 2024 ഓസ്കാർസ് നടന്നിട്ടുണ്ട്. സോ ഏതൊക്കെ മൂവീസിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പം ഏറ്റവും കൂടുതൽ അവാർഡ്സ് ഈ ഒരു ഓസ്കാറിൽ കിട്ടിയിട്ടുള്ള ഏത് മൂവിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ ഹൈമറിനാണ് നിറയെ ഓസ്കാർ കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ട് 7 ഓസ്കാർ അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഹൈമർ മൂവി. ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആണ്. അപ്പം ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കെന്ന് വെച്ചാൽ നമ്മുടെ കിലിയൻ മർഫിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഓപ്പൺ ഹൈമറിൽ നിന്ന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡാണ്. ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്ന ഓസ്കാർ. അപ്പോൾ ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആണ്. കാരണം മൂവിയിൽ തന്നെ പുള്ളി ഓപ്പൺ ഹൈമറായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിനാണ് കിട്ടിയിട്ടുള്ളത് ഫ്രം ഓപ്പൺ ഹൈമർ. കൂടുതൽ പറയാൻ ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. നമ്മുടെ സിലിയൻ മർഫിക്ക് ഈക്വൽ ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അപ്പം കൂടുതൽ പറയാൻ ആവശ്യമില്ല. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർക്കും ഓസ്കാർ കിട്ടുന്നത്. ഉറപ്പായിട്ടും വേറെ ലെവലായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. ഇതല്ലാതെ ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് നമ്മുടെ ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഫിലിം എഡിറ്റിങ്ങിനുള്ള അവാർഡ് നമ്മുടെ ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എഡിറ്റിംഗ് എന്ന് പറയാൻ ആവശ്യമുള്ള വേറെ ലെവലാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് നമ്മുടെ ഓപ്പൺ ഹൈമർ മൂവിക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒന്ന് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് നമ്മുടെ ക്രിസ്റ്റഫർ നോളനാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ വന്ന് ഓസ്കാർ അവാർഡ് വിൻ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പേ നിറയെ ഇടങ്ങളിലേക്ക് നോമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഓസ്കാർ കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് ഫൈനലി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഡിസേർവ് ആണ്. കാരണം ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും കൊടുക്കും ഓസ്കാർ. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ് ഇദ്ദേഹം ഓപ്പൺ ഹൈമർ മൂവി ചെയ്തത്. സോ അതുകൊണ്ട് ഉറപ്പായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു അവാർഡാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് പിക്ചർ ഓഫ് ദ ഇയറിനുള്ള അവാർഡ് നമ്മുടെ ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഏത് പടത്തിന് കൊടുക്കും ഉറപ്പായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. പിന്നെ ഒന്ന് ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ദ ബോയ് ആൻഡ് ദ ഹീറോൺ എന്നൊരു മൂവിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ പടം കണ്ടിട്ടില്ല. സോ ഞാൻ വിചാരിച്ചത് സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സിന് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മൂവിക്കാണ് കിട്ടിയിട്ടുള്ളത്. പടം ഞാൻ കണ്ടില്ല, ബട്ട് ഉറപ്പായിട്ടും നല്ല മൂവി ആയിരിക്കും. കാരണം ഓസ്കാർ കിട്ടിയപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഐ തിങ്ക് ഈ ഒരു മൂവി ചെയ്ത ആളാണെന്ന് തോന്നുന്നു. സ്പിരിറ്റഡ് അവേ ചെയ്തതെന്ന് തോന്നുന്നു. കാരണം സ്പിരിറ്റഡ് അവേ വേറെ ലെവൽ പടമാണ്, സൂപ്പർ പടമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ മൂവി ഡിസേർവിംഗ് ആണ് എന്നാണ് തോന്നുന്നത് അവാർഡ്. അപ്പം ഈ പടം ആൾറെഡി ആരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞേക്കാം. പിന്നെ വന്ന് ബെസ്റ്റ് വിഷ്വൽസിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഏത് മൂവിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സില -1 കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഗോഡ്സില മൂവിക്ക് ഒരു ഓസ്കാർ കിട്ടിയിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഗോഡ്സില ഫാൻസിൻ്റെയൊക്കെ സെലിബ്രേഷൻ തന്നെയായിരിക്കും. ഞാനൊരു ഗോഡ്സില ഫാനാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് ഒരു ചെറിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവി വന്ന് ഇതുവരെയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ റിലീസാക്കിയിട്ടില്ല. ഉള്ളി ആ ജപ്പാൻ, UK അങ്ങനെയുള്ള സൈഡിൽ മാത്രമേ റിലീസായിട്ടുള്ളൂ. ഇന്ത്യയിൽ റിലീസാക്കിയിട്ടില്ല. സോ എന്താണ് ഇവർ ചെയ്യാത്തതെന്ന് ഒരു ഐഡിയ ഇല്ല. OTTയിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ ഒരു മാർഗവും ഇല്ല. സോ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. ബട്ട് എന്ത് ചെയ്യാൻ, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണണമെങ്കിൽ നമ്മൾ പ്ലെയിനിൽ കയറി നേരെ ജപ്പാനിൽ പോയില്ല നടക്കും. എന്തായാലും പടം നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഉറപ്പായിട്ടും മൂവി വേറെ ലെവൽ തന്നെയാണ്, അതിനൊരു ഡൗട്ട് വേണ്ട. കാരണം വിഷ്വൽസൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട്. പടത്തിൻ്റെ ബഡ്ജറ്റ് കുറവാണ്, ബട്ട് സ്റ്റിൽ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊന്ന് റിലീസാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഒന്ന് ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡ് നമ്മുടെ ബാർബിക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഡിസേർവ് ആണെന്നാണ് തോന്നുന്നത്. നല്ല സോങ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ പടം കണ്ട് സോങ്ങൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് നമ്മുടെ എമ സ്റ്റോണാണ് കിട്ടിയിട്ടുള്ളത് ഫ്രം പുവർ തിങ്സ്. സോ ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ടില്ല, ബട്ട് കാണണമെന്നുണ്ട്. ഇനി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. എമ സ്റ്റോണും ഉറപ്പായിട്ടും ഒരു വേറെ ലെവൽ ആക്ട്രസ്സാണ്. ഉറപ്പായിട്ട് ഡിസേർവ് ആണ്. അതേപോലെ തന്നെ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഉള്ള അവാർഡ് നമ്മുടെ പുവർ തിങ്സിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ വേറെ ലെവലായിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ട്രെയിലറൊക്കെ കാണുമ്പം അറിയാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ചില അവാർഡ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഓസ്കാർ അവാർഡ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അതായത് ഈ മൂവിക്ക് ഉറപ്പായിട്ടും അവാർഡ് കൊടുക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തെന്ന് കമൻറ്റിലേക്ക് ഒന്ന് പറഞ്ഞേക്കാം. എല്ലാവരും ഒന്ന് അറിയിട്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാൻ കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ. താങ്ക് യു ഗൈസ്.